നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സി വന്നതിന് ശേഷം കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ലീഗ്സ് കപ്പിൽ ആ ഒരു മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് കിരീടം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. മെസ്സി തന്നെയായിരുന്നു അവരെ ആ ഒരു കിരീടത്തിലേക്ക് നയിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ആകെ കളിച്ച 6 മത്സരങ്ങളിൽ 1 മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 4 മത്സരങ്ങളിൽ ഇന്റർ മയാമി പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോഴിതാ വരുന്ന സീസണിനെ കുറിച്ച് ലയണൽ മെസ്സിക്കും സംഘത്തിനും മുൻ അമേരിക്കൻ താരമായിരുന്ന ടെൽമാൻ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ എതിർ ടീമുകൾ ഇനി മെസ്സിയെയും ഇന്റർ മയാമിയെയും പേടിക്കില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എതിരാളികളിൽ നിന്നും മയാമിക്ക് മുഖത്തടിയേറ്റേക്കാമെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ടെൽമാന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പലരും കരുതുന്നത് മയാമിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും എന്നാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കില്ല. ഞാൻ കരുതുന്നത് അവർക്ക് എതിരാളികളിൽ നിന്നും മുഖത്ത് അടിയേറ്റേക്കാം എന്നാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല കാര്യങ്ങൾ. എതിരാളികൾ ആരും തന്നെ ഇനി അവരെ പേടിക്കില്ല. ഇന്റർ മയാമിക്കെതിരെ അവർ കൂടുതൽ അഗ്രസീവ് ആകും. മെസ്സി കളത്തിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ എങ്ങനെ കളിക്കുമെന്ന് കഴിഞ്ഞ സീസണിൽ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇനി ഈ സീസണിൽ അതുണ്ടാവില്ല. എതിരാളികൾക്ക് ആ ഒരു ഭയമൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇതാണ് മുൻ അമേരിക്കൻ താരം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പ്രീ സീസൺ ഇന്റർ മയാമിക്ക് ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയായിരുന്നു. താരതമ്യേന ദുർബലരായ ടീമുകൾക്കെതിരെ പോലും വിജയിക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ലയണൽ മെസ്സി പരിക്ക് മൂലം പല മത്സരങ്ങളിലും കളിച്ചിരുന്നില്ല. ഈ മാസം 22-ാം തീയതിയാണ് ലയണൽ മെസ്സിയും സംഘവും ആദ്യത്തെ MLS മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് എത്തുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.